വെൽക്കം ടു എപ്പിസോഡ് 12 ഓഫ് ക്രോഷ്യ ബേസിക്സ്. ഇന്ന് നമുക്ക് ഒരു ക്രോഷ്യ പ്രൊജക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ കളർ യാൺ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാട്ടോ. ഈ വീഡിയോയിൽ ഞാൻ 3 മെത്തേഡ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട യാണിൽ സ്ലിപ്പ് നോട്ട് ഇട്ട് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോഷ്യ പ്രൊജക്ടിന്റെ ബാക്കിൽ ഇതുപോലെ വെച്ചിട്ട് 2 സ്റ്റിച്ചിന്റെയും ഉള്ളിൽ കൂടെ ഹുക്ക് പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക. ഇനി ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത യാണ് അവിടെ നല്ല സെക്യൂർ ആയിട്ട് നിന്നോളും. ഇനി നിങ്ങൾ ഏത് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ റോ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത സ്റ്റിച്ച് അടക്കം എല്ലാ സ്റ്റിച്ചിലേക്കും ഇട്ട് കൊടുക്കുക. ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു ക്രോഷ്യ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പുതിയ കളർ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഹുക്ക് നമ്മുടെ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതിൽ കാണുന്ന മറ്റേ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുതിയ യാണിൽ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ വൈറ്റ് ആൻഡിയും റെഡ് ആൻഡിയും ഓരോ പാർട്സ് കിട്ടുമല്ലോ, അത് രണ്ടും കൂടെ ടൈ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി തേർഡ് മെത്തേഡ് കാണിച്ചുതരാം. നമ്മുടെ ക്രോഷ്യ പ്രൊജക്റ്റിൽ ഇരിക്കുന്ന യാണും പുതിയ യാണും ഇതുപോലെ വെക്കുക. എന്നിട്ട് 2 എൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുക്കുക. അപ്പൊ ഈ ഒരു എൻഡ് അതിന്റെ മേലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ടൈ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ മറ്റേ എൻഡിലും ഇതുപോലെ ആ ഒരു എൻഡ് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഇനി ആ യാണ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാല് അത് രണ്ടും കൂടെ അടുത്ത് വന്ന് നിന്നിട്ട് ഒറ്റ നോട്ട് പോലെയായി മാറും. ഇനി അതിന്റെ എക്സ്ട്രാ നിൽക്കുന്ന പീസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് അതൊരു സിംഗിൾ യാണ് പോലെ തന്നെ ഫീൽ ചെയ്യും. ഈ ഒരു നോട്ടിനെയാണ് മാജിക് നോട്ട് എന്ന് പറയാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാണൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡും യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.